നമസ്കാരം. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിട്ട് ഇപ്പോൾ ഇത് മൂന്നാം ദിവസമാണ്. ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞെങ്കിലും സഖ്യകക്ഷികളുമായി കൈകോർത്ത് കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമാവുകയും കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി 20ൽ 18 സീറ്റുമായി വൻ വിജയം നേടുകയും ചെയ്തിരിക്കുന്നു. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു പരാജയമല്ല. അക്ഷരാർത്ഥത്തിൽ അവകാശപ്പെടാൻ യാതൊന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തി വീണു എന്നതാണ് യാഥാർത്ഥ്യം. ആലത്തൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് പാർട്ടിക്കല്ല. കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം, എതിർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ ജനവികാരം, കോൺഗ്രസ് ക്യാമ്പിനകത്തെ അന്തഛിദ്രം ഒക്കെ അവിടെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച LDF സ്ഥാനാർത്ഥിയുടെ കാര്യം നോക്കാം. അത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിച്ച വി ജോയിയാണ്. വെറും 655 വോട്ടിനാണ് ഇദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് സ്വയം തോൽക്കാനായി ശ്രമിച്ചിരുന്നു എന്ന് വാർത്തയുണ്ട്. ഡൽഹിക്ക് പോകുന്നത് ഒഴിവാക്കി അടുത്ത കേരള നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കാനും മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനും വേണ്ടിയായിരുന്നു ഇത് എന്നാണ് കേൾക്കുന്നത്. ഇനി ഇതിനൊക്കെ ഉപരിയായി LDFന്റെ തോൽവിയുടെ എഴുതിയിൽ എണ്ണ കോരിയൊഴിക്കുന്ന മറ്റൊരു ഘടകം തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ നേടിയ ആധികാരിക വിജയമാണ്. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പതുക്കെ BJP ആധിപത്യം ഉറപ്പിക്കുന്നത് തടയാൻ DMKയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും സാധിച്ചതോടെ സ്റ്റാലിനും മമതയും ഹീറോയും പിണറായി വെറും സീറോയുമാണ് എന്ന് നാട്ടിൽ സഖാക്കൾ തന്നെ അടക്കം പറഞ്ഞു നടക്കുന്ന സ്ഥിതി ആയിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ചുറ്റും നടക്കുന്നത് ഒന്നും ഗൗനിക്കാതെ തനിക്ക് അനഭിമതരായ സഖാക്കളെ ഒതുക്കാനും അങ്ങനെ പാർട്ടിയെ മൊത്തം പരിധിയിൽ നിർത്താനുമാണ് ഈ ഏകാധിപതി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരും മുൻപ് 2021 മെയ്യിൽ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി ഗവൺമെന്റ് അതപ്പതിച്ച് എല്ലാവരാലും വെറുക്കപ്പെട്ട് ജനവിരുദ്ധതയുടെ വകുടോദാഹരണമായി മാറിയതിന്റെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. 2016 മുതൽ 2021 വരെ ഭരിച്ച ഒന്നാം പിണറായി ഗവൺമെന്റ് താരതമ്യേന മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്, പൊതുമരാമത്ത് മന്ത്രി G സുധാകരൻ, ധനമന്ത്രി തോമസ് ഐസക്, ആരോഗ്യമന്ത്രി KK ശൈലജ എന്നിങ്ങനെ ജനപ്രിയരായ നിരവധി പേർ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. 2020 ജനുവരിയിൽ കേരളത്തിൽ ആദ്യത്തെ കൊറോണ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തൊട്ടുപിറകെ വൈറസ് വ്യാപനം പടരുന്നത് തടയാനായി ആരോഗ്യവകുപ്പ് കൈക്കൊണ്ട ലോക്ക്ഡൌൺ അടക്കമുള്ള നടപടികൾ അന്ന് വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. KK ശൈലജയ്ക്ക് ടീച്ചർ അമ്മ എന്നൊരു ഓമനപ്പേരും ലഭിച്ചു. കുറച്ച് സത്യങ്ങളോടൊപ്പം ആരോഗ്യമന്ത്രി രാത്രിയിൽ ഉറങ്ങാറില്ല, മുഖ്യമന്ത്രിയോട് അമേരിക്കക്കാർ ഉപദേശം ചോദിക്കുന്നു തുടങ്ങി ഒരുപിടി ക്യാപ്സൂളുകൾ PR ടീം പ്രചരിപ്പിക്കുക കൂടി ചെയ്തതോടെ 2021 മെയ്യിൽ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ LDF വീണ്ടും വിജയിച്ച് അധികാരത്തിലേക്ക് എത്തി. എന്നാൽ അതോടെ പിണറായി വിജയൻ ആള് തന്നെ മാറിപ്പോയി. മന്ത്രിസഭാ രൂപീകരണ വേളയിൽ അർഹരായ നിരവധി സീനിയേഴ്സിനെ തടഞ്ഞുകൊണ്ട് കുറച്ചുനാൾ മുൻപ് തന്റെ മകൾ വീണയെ കെട്ടിയെന്ന ഒറ്റ കാരണത്താൽ PA മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിലെടുത്തു. എന്ന് മാത്രമല്ല, ഏറെ തിളക്കമുള്ള പൊതുമരാമത്ത് വകുപ്പ് തന്നെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. സത്യത്തിൽ ഇതൊരു പരീക്ഷണമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരും എതിർക്കാതെ വന്നതോടെ ഈ പാർട്ടി മൊത്തം തന്റെ അടിമകളാണ് എന്നും താൻ എന്ത് ചെയ്താലും ഇവർ തന്നെ പുകഴ്ത്തുകയുള്ളൂ എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അതോടെ പണ്ടുമുതലേ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം 10 മടങ്ങായി വർദ്ധിച്ചു. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്തിയെന്ന് ആക്രോശിച്ചും പ്രസംഗിക്കവേ മൈക്ക് തകരാറിലായതിന് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്യിച്ചുമൊക്കെ അദ്ദേഹം അഹന്തയുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ വിഹരിക്കാൻ തന്നെ തുടങ്ങി. എന്നാൽ വൈകാതെ ഈ തള്ളു മാത്രമേ ഉള്ളൂ, പൊതുഖജനാവിൽ 5 പൈസ എടുക്കാനില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി. ആദ്യം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങളെ മാത്രം ബാധിച്ചിരുന്ന സാമ്പത്തിക മാന്ദ്യം വൈകാതെ അതിരൂക്ഷമായി. ക്ഷേമ പെൻഷനുകൾ മുടങ്ങാൻ തുടങ്ങി. അതിൽ പ്രതിഷേധിച്ച് ഇടുക്കിക്കാരി മറിയക്കുട്ടി ചേട്ടത്തി ചട്ടിയെടുത്ത് തെരുവിൽ ഭിക്ഷയച്ചതോടെ പിണറായിയുടെ ഭരണത്തിന്റെ മാഹാത്മ്യത്തെപ്പറ്റി ദേശീയ മാധ്യമങ്ങളും എഴുതി തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞതോടെ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ ലഭിക്കാതെയായി. ഇത്തരം സ്റ്റോറുകളിൽ ചെന്നാൽ ഒഴിഞ്ഞുകിടക്കുന്ന ഷെൽഫുകൾ കാരണം ഇത് ഗോദ്രേജ് കമ്പനിയുടെ അലമാര വിൽക്കുന്ന ഷോറൂമാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിൽ വരെ എത്തി കാര്യങ്ങൾ. 2022 ഡിസംബറിൽ ഉമ്മൻചാണ്ടി സോളാർ കേസിൽ നിരപരാധിയാണ് എന്ന് കാണിച്ചുകൊണ്ട് CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുക കൂടി ചെയ്തതോടെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ പെണ്ണ് കേസിൽ കുടുക്കി പുറത്താക്കിയാണ് പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റ് തന്നെ അധികാരത്തിലെത്തിയതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. അതിനിടെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാക്ഷാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പോലും നാണിപ്പിക്കുന്ന ചില പരിഷ്കാരങ്ങൾ മന്ത്രിസഭ നടപ്പിലാക്കി. ഒന്ന്, റോഡുകളിൽ മുക്കിന് AI ക്യാമറകൾ സ്ഥാപിച്ച് നിയമലംഘനം നടത്തുന്ന വണ്ടിക്കാരോടൊക്കെ പരമാവധി പിഴ ഈടാക്കി ഖജനാവ് നിറക്കുക എന്നതാണ്. എന്നാൽ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പിഴ രസീതടിക്കാൻ പേപ്പർ വാങ്ങാൻ പണമില്ലാതെ ഈ പദ്ധതി പിന്നീട് നിർത്തിവെച്ചു. ആന വാങ്ങി പക്ഷെ തോട്ടി വാങ്ങാൻ ഗതിയില്ല എന്ന് പണ്ടാരോ പറഞ്ഞതിന്റെ ഒരു പിണറായി വേർഷൻ.
2, മദ്യം പരമാവധി വിൽക്കുക. അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ അടിച്ചു പൂസായി കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. പഴി കേൾക്കുകയും വേണ്ട, പണം കിട്ടുകയും ചെയ്യും. 1800കളുടെ ആദ്യ പകുതിയിൽ ചൈനക്കാരെ കറുപ്പ് നൽകി മയക്കി ഭരിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികളാണ് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ മാതൃക എന്ന് തോന്നുന്നു. 3, കേന്ദ്ര സർക്കാർ അർഹമായ സാമ്പത്തിക വിഹിതം വെട്ടിക്കുറച്ചതിനാലാണ് ഈ പ്രതിസന്ധി മൊത്തമെന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. ഈ ഉദ്ദേശത്തോടെ 2024 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിലെ മറ്റ് നേതാക്കളോടൊപ്പം പ്രതിഷേധിച്ചു. അതോടെ അതുവരെ കിട്ടിക്കൊണ്ടിരുന്നതും ഇല്ലാതായി. ഇതിനും വളരെ മുൻപ് തൊട്ടേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ദ്വന്ദ്വ വ്യക്തിത്വം എന്ന രോഗാവസ്ഥ പിണറായിയെ ബാധിച്ചു തുടങ്ങിയിരുന്നു. മോഡി EDയെ ഉപയോഗിച്ച് വേട്ടയാടുന്ന കോൺഗ്രസുകാരെ ഓർത്തോർത്ത് വ്യസനിച്ച് രാത്രികളിൽ ഇദ്ദേഹം ഉറങ്ങാതെയിരിക്കും. എന്നാൽ നേരം വെളുത്താൽ തന്നെ വിമർശിച്ച് വാർത്തയിടുന്ന യൂട്യൂബ് ചാനലുകാരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ വിടുകയും ചെയ്യും. പക്ഷെ പുറത്ത് മന്ത്രിസഭയ്ക്കുള്ള ജനപിന്തുണ റബ്ബറിന്റെ വിലയേക്കാൾ വേഗത്തിൽ ഇടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അണികൾ യാതൊരു അല്ലലും അലട്ടലും അറിയിക്കാതെ ക്യാപ്റ്റനെ പോറ്റി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്നൊക്കെ ഒരു നമ്പൂരി കവിയെ കൊണ്ട് കവിത എഴുതിച്ച് അതിനൊത്ത് തിരുവാതിര കളിച്ച് സ്ത്രീ സഖാക്കൾ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദനാണെങ്കിൽ അടിമയായിരിക്കുക എന്ന പദത്തിന് പുതിയൊരു നിർവചനം തന്നെ നൽകിക്കൊണ്ട് സഖാവ് ഒരു സൂര്യനാണ് എന്നും അടുത്തെത്തിയാൽ 25 kV ലൈനിൽ തട്ടിയ കാക്കയെ പോലെ കരിഞ്ഞ് പണ്ടാരം അടങ്ങിപ്പോകുമെന്ന് വരെ പ്രസ്താവിച്ചു കളഞ്ഞു. എന്നാൽ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പിൻവാതിൽ നിയമനങ്ങൾ മുട്ടില്ലാതെ നടപ്പിലാക്കാൻ പിണറായിക്ക് സാധിച്ചു എന്നത് സമ്മതിക്കാതെ വയ്യ. പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ രാജ്യസഭാംഗവും ഒക്കെയായ KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി നിയമിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി തന്നെ വിധിച്ചു. അതോടെ CPIM നേതാക്കൾക്കും ഭാര്യമാർക്കും ഒക്കെ ലഭിക്കുന്ന ബിരുദങ്ങളെപ്പറ്റിയും നിയമനങ്ങളെപ്പറ്റിയും ഒക്കെ കാര്യമായി സംശയം ഉയർന്നു തുടങ്ങി. ഇത് കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോമിന്റെ ഡോക്ടറേറ്റ് വിവാദം ഉയർന്നു വന്നു. PhD തീസിസിൽ വാടക്കുല എന്ന വിഖ്യാത കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതല്ല വൈലോപ്പിള്ളി ശ്രീധരമേനോന്റേതാണ് എന്ന് എഴുതിയതായിരുന്നു വിഷയം. നമ്മുടെ മഹാകവികളുടെ സുഹൃതം എന്നേ പറയാനുള്ളൂ. ചിന്തയുടെ നിലവാരം വെച്ച് ഇവർ രണ്ടുപേരും പച്ചാള മാർക്കറ്റിൽ വാഴക്കുല വിറ്റിരുന്നവരാണെന്ന് എഴുതേണ്ടതാണ്. ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാകുന്ന കാര്യത്തിൽ സഹമന്ത്രിമാരും പിണറായിക്ക് കൈയയച്ച് സംഭാവന നൽകി. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടന കോപ്പിയടിച്ചതാണ് എന്നും അതിൽ കുന്തവും കുടച്ചക്രവുമാണ് എന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് തന്റെ സംസ്കാരം വെളിവാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു താൻ എവിടെ പോയാലും വീട് തന്റെ തലയിൽ ചുമന്നുകൊണ്ടു നടക്കുമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള തന്റെ പരിജ്ഞാനം തെളിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇന്ത്യ മഹാരാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന് പോലും അറിയാതെയാണ് താൻ ഈ പദവിയിലിരിക്കുന്നത് എന്ന് സമ്മതിച്ചു. LDF ഗവൺമെന്റുകളെ പൊതുജനമധ്യത്തിൽ നാറ്റിക്കുന്നതിൽ എല്ലായ്പ്പോഴും ഒരു വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗം അവരുടെ പോഷക സംഘടനകളാണ്. പൊതുവെ നോക്കുകൂലി ആവശ്യപ്പെട്ട് തൊഴിൽദാതാക്കളുടെ തലമണ്ട അടിച്ചുപൊളിച്ച് CITUക്കാരാണ് ഈ മേഖലയിൽ ശോഭിക്കാറ്. പക്ഷെ ഇപ്രാവശ്യം ആ ചരിത്ര ദൗത്യം ഏറ്റെടുത്തത് SFIക്കാർ ആയിരുന്നു. ഞങ്ങൾക്ക് മനുഷ്യനെ ചിരിപ്പിച്ചു കൊല്ലാനും തല്ലിക്കൊല്ലാനും സാധിക്കുമെന്ന് അവർ നൊടിയിടയിൽ തെളിയിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായ പ്രതിഷേധത്തിനിടെ കേരള വർമ്മ കോളേജിൽ നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന അർത്ഥത്തിൽ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് കൊളോക്കിയലായി എഴുതി അവർ കൊളവാക്കി. വീട് തലയിൽ ചുമന്ന് നടക്കുന്ന ബിന്ദു ടീച്ചറുടെ ശിഷ്യന്മാരാണല്ലോ എന്ന് കരുതി സമാധാനിക്കാം. എന്നാൽ അധികം വൈകാതെ പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ SFIക്കാർ പട്ടിണിക്കിട്ട് അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കി. അതിനുശേഷം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും വിളിച്ച് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന പാട്ടും പാടി അവർ പിരിഞ്ഞുപോയി. അപ്പോഴേക്കും PV അൻവറിനെ പോലെയുള്ള മുതലാളിമാരും PV ശ്രീനിച്ചനെ പോലെ ഇന്നലെ വന്നവരും KT ജലീലിനെ പോലെ പാർട്ടിയുടെ മിച്ചഭൂമിയിൽ കുടിൽകെട്ടി ജീവിക്കുന്നവരുമൊക്കെ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കി പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന സഖാക്കളിൽ പലരും പാർട്ടി വിടാൻ തുടങ്ങി. പല ജില്ലകളിലും പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പാർട്ടിയിലെ ഭിന്നത അതിരൂക്ഷമായി പുറത്തു വന്നു. ചില ലോക്കൽ ബ്രാഞ്ച് ഏരിയ കമ്മിറ്റികൾ ഒന്നടങ്കം പാർട്ടി വിടുന്ന സ്ഥിതി വരെ ഉണ്ടായി. അങ്ങനെയിരിക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ 1.25 കോടി രൂപ മുടക്കി ഒരു ആഡംബര ബസ് വാങ്ങി നവകേരള യാത്ര എന്ന പേരിൽ നാടായ നാടൊക്കെ ചുറ്റി പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ പിണറായി തീരുമാനിച്ചു. പ്രതിഷേധിച്ച കോൺഗ്രസുകാരെ DYFIക്കാർ വർദ്ധിച്ചതും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ചതും വലിയ വാർത്തയായി. അപ്പോഴേക്കും കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നു തുടങ്ങി. ദിവസക്കൂലിക്കാരായ സഖാക്കളുടെ നിക്ഷേപത്തിൽ നിന്നും ഏതാണ്ട് 300 കോടിയോളം രൂപ മുൻമന്ത്രി AC മൊയ്തീനും സംഘവും തട്ടിയെന്നാണ് ഈ കേസ്. അതിന്റെ പുകയടങ്ങും മുൻപ് സാക്ഷാൽ പിണറായി തന്നെ കുടുങ്ങി. കൊച്ചിയിലെ വിവാദ കരിമണൽ ഖനന സ്ഥാപനമായ CMRൽ പിണറായിയുടെ മകൾ വീണയുടെ കടലാസ് കമ്പനിയായ എക്സലോജിക്കിന്റെ അക്കൗണ്ടിൽ ഒരു കാര്യവുമില്ലാതെ 1.72 കോടി രൂപ ഇട്ടുകൊടുത്തു എന്നാണ് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്.
പിണറായി 2.0യുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഗണ്യമായ സംഭാവന നൽകിയ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലീസാണ്. അത് പറയാതെ വയ്യ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന ഡിവൈഎഫ്ഐക്കാരനെ രക്ഷിച്ച പോലീസും മലപ്പുറത്ത് MDMA കൈവശം വെച്ചതിന് താമിർ ജിഫ്രിയെ തല്ലിക്കൊന്ന പോലീസും ഒക്കെ ഇക്കൂട്ടത്തിൽ ഉണ്ട്. ഇതോടൊപ്പം ഇലക്ഷൻ പടിവാതിൽക്കലെത്തി നിൽക്കെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ചേർന്ന് ഒരു KSRTC ഡ്രൈവറെ കള്ളക്കേസിൽ കൊടുക്കാനും അകത്താക്കാനും നോക്കുകയും പാർട്ടി അതിനെ പിന്താങ്ങുകയും ചെയ്തതോടെ എല്ലാം പൂർത്തിയായി. ഇക്കാലയളവിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾക്കിടയിൽ സംഭവിച്ച ചരിത്രപരമായ ഒരു മാറ്റം കൂടിയുണ്ട്. അത് തീർച്ചയായും സൂചിപ്പിക്കേണ്ടതാണ്. അരുൺകുമാർ, അനിൽകുമാർ, ജെയ്ക് തോമസ് തുടങ്ങി ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന CPMന്റെ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഒരു കാരണവും കൂടാതെ വെറുതെ ഇളിച്ചു കാണിക്കാൻ തുടങ്ങി എന്നതാണ് അത്. സുധാകരൻ, S ശർമ്മ, MA ബേബി തുടങ്ങി ഒരുപിടി സീനിയർ നേതാക്കളെ നേരത്തെ ഒതുക്കിയ പിണറായി ഈ ലോക്സഭാ ഇലക്ഷനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേ പ്രക്രിയ തുടർന്നു എന്ന് വേണം കരുതാൻ. തോറ്റാൽ അത് പറഞ്ഞ് മൂലക്കിരുത്താം, ജയിച്ചാൽ ഡൽഹിക്ക് കയറ്റിവിട്ട് കേരളത്തിൽ നിന്ന് ഒഴിവാക്കാം. തനിക്കോ മരുമകനോ ഒരു തട്ടുകേടുമില്ല. എന്തിനാണ് ആലപ്പുഴക്കാരനായ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ കൊണ്ടുപോയി നിർത്തിയത്? മുട്ടോളം താഴ്ചയുള്ള കുറച്ച് ജുബ്ബകൾ മാത്രം സ്വന്തമായുള്ള തോമസ് ഐസക്കിന് പണമെറിഞ്ഞ് പ്രചരണം കൊഴിപ്പിക്കാനൊന്നും സാധിക്കില്ല. അവിടെ ആകട്ടെ അദ്ദേഹത്തിന് യാതൊരു ജനസമിതിയും ഇല്ല. തോൽവി ഉറപ്പാണ്. എന്തിനാണ് എളമരം കരീമിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്? മുതിർന്ന CITU നേതാവ് എന്ന നിലയിൽ കോഴിക്കോട് ജില്ലയിൽ ഭാവിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇയാൾ റിയാസിന് മുന്നിൽ ഒരു വിലങ്ങ് തടിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർത്തി തോൽപ്പിച്ച് ഒഴിവാക്കാം എന്ന് കരുതി. എന്തിനാണ് വടകരയിൽ KK ശൈലജ ടീച്ചറെ നിർത്തിയത്? വടകര ഉറച്ച ഇടതുമണ്ഡലമാണ്. ജയിച്ചാൽ ടീച്ചർ ഡൽഹിക്ക് പോയിക്കൊള്ളും. അടുത്ത മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസിനെ പരിഗണിക്കുമ്പോൾ ടീച്ചർ ഒരു തടസ്സമായി കേരളത്തിൽ കാണില്ല. പക്ഷെ കടുത്ത കോൺഗ്രസ് തരംഗത്തിൽ ടീച്ചർ തോറ്റുപോയി. എന്നാലും പ്രശ്നമില്ല, ഇനി ജനസമിതി ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ചുരുക്കി പറഞ്ഞാൽ അമ്മായിയപ്പന്റെയും മരുമകന്റെയും എല്ലാ പ്ലാനിങ്ങുകളും വിജയിച്ചിരിക്കുന്നു. മറുഭാഗത്ത് പാർട്ടി തകർത്തു പോകുന്നതൊന്നും ഇവർക്കൊരു വിഷയമേ അല്ല. അതുകൊണ്ട് പിണറായിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അടിച്ചു കയറുക പിണറായി. ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്.